Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സോ മാർക്കറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിന്റെ ഒക്കെ തന്നെ ഒരു ഓവർനൈറ്റ് പ്രകടനം നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് ഇൻഡെക്സ് ഒക്കെ തന്നെ ഏകദേശം 2.5% മുകളിലേക്കുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നേടിയിരുന്നത്. അതിനുശേഷം ഏഷ്യൻ മാർക്കറ്റുകളുടെ ഒരു പ്രകടനത്തിലേക്ക് വരികയാണെങ്കിലും നിക്കേ ആയാലും കോസ്പി ആയാലും ഒക്കെ തന്നെ വമ്പൻ പ്രകടനങ്ങൾ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പ്രകടനത്തിലേക്ക് വരികയാണെങ്കിലും ഒട്ടും മോശമാക്കുന്നില്ല. ഏകദേശം 1% മുകളിലുള്ള ഒരു നേട്ടം നിഫ്റ്റി 50 രേഖപ്പെടുന്നു. സെൻസെക്സ് ആയാലും നിഫ്റ്റി ബാങ്ക് ആയാലും ഒക്കെ തന്നെ സമാനമായ രീതിയിലുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. ഈ ഒരു പോസിറ്റിവിറ്റിയുടെ ഒക്കെ തന്നെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു. വ്യാഴാഴ്ച ഇറാനെതിരെ നടത്താൻ വേണ്ടിയിട്ടിരുന്ന സൈനിക നടപടികൾ അല്ലെങ്കിൽ വൻ രീതിയിൽ അദ്ദേഹം മുൻപ് പ്രഖ്യാപിച്ചിരുന്ന ബോംബിങ്ങുകളൊക്കെ തന്നെ അദ്ദേഹം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. നിലവിലൊരു സമാധാന ഉടമ്പടിയുടെ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ആ ഒരു ട്രൂത്ത് സോഷ്യൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് വായിക്കുകയാണെങ്കിൽ ഇനി ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് സൈൻ ചെയ്താൽ മാത്രം മതി എന്ന രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രകടമായത്. എന്നാൽ ഇറാന്റെ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കുന്ന ഒരു കാര്യം, തങ്ങൾ ഇതുവരെ ഒരു ഡ്രാഫ്റ്റും അംഗീകരിച്ചിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഓയിൽ ട്രേഡിനൊക്കെ തന്നെ ഇനിയും തടയിടുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകും എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത് എന്നത് ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ഒപ്റ്റിമിസം ഉണ്ടാകുമ്പോഴും കൃത്യമായ രീതിയിൽ തന്നെ ഒരു പെസിമിസവും മറ്റൊരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാകുന്നുണ്ട്. എന്നാലും മാർക്കറ്റുകൾ ഈ ഒരു തീരുമാനത്തെ നിലവിലിപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നിലവിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അതുകൂടാതെ നടന്നിരുന്ന ചില ഗ്ലോബൽ ആയിട്ടുള്ള ചില ഇവൻറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടായിരിക്കുന്നു. അതുകൂടാതെ US പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മന്ത് ഓൺ മന്തിൽ ഏകദേശം 1.1% ഒരു വർധനമുണ്ടാകുന്നു. ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 6.5% എന്ന് പറഞ്ഞ ഒരു നിരക്കിലേക്കും എത്തിയിരിക്കുന്നു. അതായത് US നോക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കണക്കല്ല ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ വരുന്നത്. CPIക്ക് പുറമെ ഇപ്പോൾ PPI കണക്കുകളും ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഡൊമസ്റ്റിക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ GDP പ്രൊജക്ഷൻ കണക്കുകൾ വന്നിട്ടുണ്ട്. 2027 സാമ്പത്തിക വർഷത്തിലും 6.6% ഒരു ഗ്രോത്ത് ഇത്രത്തോളം ഹെഡ്വിൻഡുകൾ നിലനിൽക്കുന്നതിൻ്റെ ഇടയിലും ഇന്ത്യക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോയിങ് മേജർ എക്കോണമി ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യക്ക് സാധിക്കുന്നു എന്നൊരു പോസിറ്റിവിറ്റി കൂടി ഇന്നത്തെ ഒരു ട്രേഡിംഗ് ദിനത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളെല്ലാം ഏറെ കാത്തിരുന്ന ഫുട്ബോളും ആരംഭിച്ചിരിക്കുന്നു എന്നതും ഇന്നത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വീക്കെൻഡിൻ്റെ ഒരു സൂചനയായിട്ട് കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ചില രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ഇപ്പോഴും മാർക്കറ്റിൽ വരുന്നുണ്ട്. പെസിമിസം ഇല്ല എന്നല്ല പറയുന്നത്. ഈ ഒരു മാർക്കറ്റ് എൻവയറോൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആദ്യം തന്നെ ഹാപ്പി മോർണിംഗ് വ്യൂവേഴ്സ് ആൻഡ് താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ അല്ലേ. ബട്ട് ഈവൻ ദെൻ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം, വി വുഡ് എൻഡ് ദിസ് വീക്ക് വിത്ത് എ ബാങ്. ഒരു വലിയൊരു പോസിറ്റിവിറ്റിയോടുകൂടിയാണ് നമ്മൾ വീക്കെൻഡ് എൻഡ് ചെയ്യുന്നതെന്നുള്ള ഒന്ന്. ലോകത്തുള്ള ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ലോകത്തുള്ള ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെലിബ്രേഷൻ ഡേ ആയി മാറി എന്നുള്ള ഒന്ന്. ഒഫീഷ്യലി തന്നെ നമ്മുടെ വേൾഡ് കപ്പ് 2026 ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു മാച്ച് കഴിഞ്ഞു, അടുത്ത മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ വശത്ത് ലോകത്തുള്ള സകല സ്റ്റോക്ക് മാർക്കറ്റും വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് പെർഫോം ചെയ്യണേ എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു ക്ഷമ പ്രേക്ഷകരോട് ചോദിക്കുന്നു. എനിക്ക് നല്ല രീതിയിൽ ഫീവറും കോൾഡും ഉണ്ട്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് കണ്ടൻറ്റും ഈ ഓപ്പണിംഗ് അവേഴ്സൊക്കെ നമ്മുടെ രക്തത്തിലുള്ളതും ദിനചര്യയിലുള്ളതും ആയതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളൂ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുന്നു. നിഖിൽ ഈ പറഞ്ഞ പോലെ ശരിയാണ്. നിഖിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര രീതിയിലും മാർക്കറ്റിനെയും മറ്റുള്ള ഗ്ലോബൽ ക്യൂസിനെയും വളരെ പോസിറ്റീവാക്കി മാറ്റിയത് എന്നുള്ള. അതായത് ആഫ്റ്റർ എക്സ്ചേഞ്ച് ഓഫ് ഫയർ, അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതായത് ഇന്നലെ വൈകുന്നേരമൊക്കെ നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ ഏതാണ്ട് ഇറാനെ നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന അമേരിക്കയെക്കുറിച്ചാണ്. അത് മാത്രമല്ല അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഞങ്ങൾ കാർഗ് ഐലൻഡ് എടുക്കും, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ എടുക്കും, വെനിസ്വേല പോലെ ആക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ, അതായത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ടോപ്സി ടർവി അദ്ദേഹം മാറിയിട്ട് അദ്ദേഹം പറയുകയാണെന്ന് വെച്ചാൽ ഐ ഹാവ് കോൾഡ് ഓഫ് ഓൾ സ്ട്രൈക്ക് എഗെയിൻസ്റ്റ് ഇറാൻ ബിക്കോസ് ഇറാൻ ഹാസ് എഗ്രീഡ് ടു എ പീസ് ഡീൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓബ്വിയസ്ലി അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഗ്ലോബൽ മാർക്കറ്റ്സ് ഹിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അത് ട്രംപ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ വരുന്ന ശനിയാഴ്ച, അതായത് നാളെ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ഈ ഡീല്, പീസ് ഡീല് സൈൻ ചെയ്യും. അത് യൂറോപ്പിൽ തന്നെ ആയിരിക്കാം സൈൻ
ചെയ്യുന്നത്, ഞാൻ അതിൽ പേഴ്സണലി പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് വളരെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എന്താണ്ട് സെറ്റ് ചെയ്ത് വെച്ച പോലെയാണ് അദ്ദേഹം ലോകത്തിനോട് വെളിപ്പെടുത്തിയതെന്നുള്ള. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ, അതായത് ഫൈനലി ഇറാൻ എഗ്രി ചെയ്തു, ഇറാൻ ഇനി ന്യൂക്ലിയർ പ്രോഗ്രാമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നില്ല, പകരം അവർ എൻറിച്ച് ചെയ്തിരിക്കുന്ന യുറേനിയം തിരിച്ചു തരാനായിട്ട് അവർ സമ്മതിച്ചു. അതുമാത്രമല്ല സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഓപ്പൺ ചെയ്ത് ഷിപ്സിന് ഫ്രീ ട്രാൻസ്മിറ്റ് പോകാനായിട്ട് അവർ സൗകര്യങ്ങളും ഒരുക്കി തരും എന്നുള്ള രീതിയിലും കൂടെ പറയും. അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ട്രംപ് പറയുന്ന കാര്യം എന്തല്ലോ, അല്ലെങ്കിലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം ഞങ്ങൾ ആരും അറിയാതെ തന്നെ സീക്രട്ട്ലി ട്രാൻസ്പോണ്ടേഴ്സും GPS ഒക്കെ ഓഫ് ചെയ്ത് പല ഷിപ്സിനെയും ഞങ്ങൾ കടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്ലോബലി ഓയിൽ പ്രൈസസ് കയറി എന്നുള്ളത് ശരിയാണ്. ബട്ട് ഈവൻ ദെൻ മറ്റുള്ള എല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത പോലെ $200 പെർ ബാരലിലേക്ക് ക്രൂഡ് പോവാത്തത് എന്താ എന്ന് വെച്ചാൽ, ദർ ഈസ് ഇനഫ് സപ്ലൈ. ഞങ്ങൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ കൂടെ പല കപ്പൽക്കും ഈ ട്രാവൽ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും ട്രംപ് പറയുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിഖിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇതിനകത്തുള്ള ഒരു ത്രെട്ട് എന്ന് പറയുന്നത്. അതായത് ഇറാൻ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഡീല് നടക്കുന്നു. ഇറാൻ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഞങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല, അതുകൊണ്ട് തന്നെ യുറേനിയം എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം തിരിച്ചു കൊടുക്കുന്ന ഉദ്ദേശവും ഇല്ല എന്നുള്ളതൊന്ന്. രണ്ട്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് റിമെയിൻ ക്ലോസ്ഡ് എന്ന് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇറാനിൽ പറയുമ്പോൾ തന്നെ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പീസ് ഡീലിൻ്റെ പ്രപ്പോസൽ കിട്ടി, വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. അതായത് ഒരു കാര്യമാണ് ക്ലിയർ, നമ്മളെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് ട്രംപിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡൻ്റാണ്. അദ്ദേഹം പറയുന്നതും അദ്ദേഹം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റോട് കൂടിയാണ്. അദ്ദേഹത്തിന് പല സ്റ്റോക്ക് മാർക്കറ്റുകളിലും കറൻസി മാർക്കറ്റുകളിലും ഓയിൽ മാർക്കറ്റുകളിലും കമോഡിറ്റി മാർക്കറ്റുകളിലും ബെറ്റിംഗ് മാർക്കറ്റിലും പ്രഡിക്ഷൻ മാർക്കറ്റിലും ഒക്കെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ഇൻവോൾവ്മെൻറ്റും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതും അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വരുന്ന ദിവസങ്ങൾ വീക്കെൻഡ് സമയങ്ങളിൽ വരുന്നു, അതിനുണ്ടാവുന്ന ആ ഒരു പ്രൈസ് ചേഞ്ച് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു വശത്ത് പറയുന്നത് പോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ഇറാനിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് 2-3 ആഴ്ച മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു, അവിടെയും ഇതേപോലെ ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള, അതായത് ഇറാൻ മിലിറ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പല ഹെഡ്സിൻ്റെ ഫാമിലി മക്കളും അവർക്കും എല്ലാം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഇറാനിയൻ റെജീമിൽ തന്നെ നല്ലൊരു ഡിവിഷൻ ഉണ്ട്. ഒരാൾ പറയുന്നതല്ല, പാർലമെൻറ്റ് സ്പീക്കർ പറയുന്നതല്ല, IRGC നേതാവ് പറയുന്നത്. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഈ കാര്യങ്ങളെ വളരെ വലിയ രീതിയിൽ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഫ്രജൈലായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്നു എന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പീസ് ഡീൽ നടക്കാനുള്ള ചാൻസസ് നമ്മൾ കണ്ടിരുന്നു എന്നുള്ളത്. നമ്മുടെ ആ സ്റ്റാൻഡ് വിൻഡിക്കേറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് ഒരു കാരണം നമ്മൾ പറഞ്ഞു വെച്ചാൽ, ഒന്ന്, ട്രംപിനെ സംബന്ധിച്ച് ഈ വാർ ഇപ്പം നിർത്തണം എന്ന് ആഗ്രഹിക്കാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് US ഇൻഫ്ലേഷൻ ഭയങ്കര രീതിയിൽ കൂടുന്നു. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ബാങ്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ബോണ്ട് ഈൽഡും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ US ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റും സ്പെൻഡിങ്ങും നടത്തി US എക്കണോമിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും AI ടെക്നോളജി ഡേറ്റാ സെൻറ്റർ സ്റ്റോക്കുകളാണ് എന്നുള്ള. ആ സ്റ്റോക്കുകൾ തന്നെയാണ് ഗ്ലോബലി മറ്റുള്ള സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് AI സ്റ്റോക്കാണ്. അതിൽ നല്ലൊരു വിഭാഗം US പിന്നെ വരുന്നത് സൗത്ത് കൊറിയയിലെ 2 സ്റ്റോക്ക് SK ഹൈനിക്സ് ആൻഡ് സാംസങ്, പിന്നെ വരുന്നത് ടൈവാൻ. ഇതാണ് ലോകത്തിലുള്ള സെറ്റപ്പ്. ഞാൻ എന്നും പറയണതിൽ ഒരു റെപ്പിറ്റീഷൻ തോന്നിയേക്കാം, കാര്യം ഇതാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയും. പിന്നെ ഈ പറയുന്ന പോലെ ആ സ്റ്റോക്കുകളിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലും ലോൺ എടുക്കുന്ന കാര്യത്തിലും ലോൺ കോസ്റ്റ്ലി ആവുകയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ കൂടുതലാവുകയോ ചെയ്യുകയാണെങ്കിൽ, എന്തുകൊണ്ട്, ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കാരണം അത് US എക്കണോമിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. ട്രംപിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കാരണം US ബോണ്ട് ഈൽഡ് കൂടുന്നു, ഇൻഫ്ലേഷൻ്റെ സാധ്യതയും കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സാധ്യതകളും ഹൈ ആയിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തുക എന്നുള്ളത് ട്രംപിൻ്റെയും കൂടെ ആവശ്യമാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ വേൾഡ് കപ്പ് നടക്കുമ്പോഴത്തേക്കും ഒരു ഇമോഷണലായിട്ട്, അതായത് ഇറാൻ്റെ ടീം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു, ഇങ്ങനത്തേക്ക് ഇത് നിൽക്കുമ്പോൾ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് US-നും മെക്സിക്കോനും കാനഡയ്ക്കും വലിയ രീതിയിൽ റവന്യൂ വരുന്ന ഒരു ഇൻഡസ്ട്രി ആണ് എന്നുള്ള. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഡിസ്റ്റർബൻസ് കാരണം ഉണ്ടാവുന്ന ഫ്ലൈറ്റ് ഡിസ്റപ്ഷൻസും ആൾക്കാർ ട്രാവൽ ചെയ്യാതിരിക്കുന്നതും ഒക്കെ ആ വേൾഡ് കപ്പിനെ ബാധിക്കും എന്നുള്ളത് ഇമോഷണലി ആൻഡ് സെൻറ്റിമെൻ്റലി US-ന് നല്ല കാര്യമല്ല എന്നുള്ളത്. 3, ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്യൂസ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു, അതായത് എത്രത്തോളം നെഗറ്റീവ് വൈബ്രേഷൻസ് അടുത്ത കാലത്ത് വന്നിട്ട് പോലും
ക്രൂഡ് മാർക്കറ്റിലാണെങ്കിലും ശരി, മറ്റുള്ള മാർക്കറ്റുകളിലാണെങ്കിലും ശരി, വലിയ രീതിയിൽ ക്രൂഡ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു $100, $120, $130 എന്നുള്ള ഒരു ബ്രീഫ് പീരീഡിൽ വാർ തുടങ്ങിയ സമയത്ത് ആ ഇനിഷ്യൽ ടൈമിൽ വന്നു എന്നല്ലാതെ അല്ലാത്ത രീതിയിൽ വന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു, ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഫിനാൻഷ്യൽ മാർക്കറ്റും ഓയിൽ മാർക്കറ്റും നമ്മളോട് പറയുന്നത് എന്താ, എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റും ഓയിൽ മാർക്കറ്റും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്ന പോലെയാണ്. അപ്പോൾ ഈ ഒരു 3-4 കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളും പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് പീസ് ഡീൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് ഈവൻ ദെൻ ഇപ്പോഴും പറയുന്നു, അതായത് വി ആർ ഹെഡിങ് ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ തിരിഞ്ഞു മറിയാം. ബട്ട് ഓൾറെഡി പല മാർക്കറ്റും സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി. അത് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടു തുടങ്ങി. നല്ല രീതിയിലുള്ള സെലിബ്രേഷൻ. ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു 200+ പോയിൻറ്റ്സിന് പ്ലസ് ആയിട്ട് നിഫ്റ്റി അപ്പാണെന്നുള്ളത് വെൽക്കം മൂവ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോക സെറ്റപ്പ്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ഇത് പറയുന്നത് കൂടാതെ തന്നെ ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ പ്രേക്ഷകർ എടുക്കേണ്ട എന്ത് കാഴ്ചപ്പാടാണെന്നുള്ളത് പറയുന്നുണ്ട്. 2, നമ്മുടെ പ്രേക്ഷകർ ചോദിച്ച ഇന്നലെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് ആയിട്ട് 2-3 കാര്യങ്ങളും കൂടെ നമുക്ക് ഇന്ന് പറയാനുണ്ട് എന്നുള്ള. അപ്പോൾ US മാർക്കറ്റിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ SpaceX IPO ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ടുഡേ 12th ജൂണിനാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് 9:30 AM ഈസ്റ്റേൺ ടൈം, അതായത് ഇന്ത്യൻ ടൈം 7 PM. എനിക്ക് തോന്നുന്നു നാസ്ഡാക്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കൂടെ SpaceX IPOയും കൂടെ നമ്മുടെ ഫ്രണ്ടിൽ ലോഞ്ച് ആവുന്നു എന്നുള്ളത് നമുക്കറിയാം. $75 ബില്യൺ ആണ് അവർ റേസ് ചെയ്യുന്നത്. ഒരു ഷെയർ 135 രൂപയ്ക്കാണ് അവർ IPO റേസ് ചെയ്യണത്. $75 ബില്യൺ അവർ റേസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഇത് കഴിഞ്ഞ വാല്യുവേഷൻ ഏതാണ്ട് 1.77 ട്രില്യണിലേക്ക് കമ്പനി മാറുന്നു എന്നുള്ള. ഇത് 135 രൂപ പെർ ഷെയറിന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക് വിൽ ബിക്കം ദ വേൾഡ്സ് ഫസ്റ്റ് ട്രില്യണർ. അത് ഈ SpaceXന്റെ വാല്യുവേഷൻ കൊണ്ട് മാത്രമല്ല കേട്ടോ. SpaceXന്റെ വാല്യുവേഷൻ, അതായത് SpaceXൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ വാല്യൂ കയറുന്നത് കാരണം, അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് ടെസ്ലയിലുള്ള ഹോൾഡിങ്ങും രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ടെസ്ലയുടെ ഷെയർസ് ഇന്ന് US മാർക്കറ്റിൽ 135 രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ ആണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഹീ വിൽ ബിക്കം ദ വേൾഡ്സ് ഫസ്റ്റ് ട്രില്യണർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഗ്ലോബൽ എക്കണോമിക്സ് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇന്ന് വയ്യാത്തൊരു ദിവസമാണ്. എങ്കിലും ഇന്നലെ വൈകുന്നേരമൊക്കെ കിടന്നുറങ്ങാനൊക്കെ സമയത്ത് എന്നെ അലൈവ് ആൻഡ് കിക്കിംഗ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയ കാര്യം ഈ SpaceXന്റെ IPOൻ്റെ പ്രോസ്പെക്ട്സ് ആണ്. IPO പ്രോസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രമല്ല, കമ്പനിയുടെ പ്ലാൻ എന്താണ്, വിഷൻ എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ IPO പ്രോസ്പെക്ട്സ്. എല്ലാ കമ്പനികളും ഇന്ത്യയിൽ വരുന്ന IPOയ്ക്കും അതിനൊരു പ്രോസ്പെക്ട്സ് ഉണ്ട്. വാട്ട് ഈസ് ദിസ് കമ്പനി ഇൻ ടു, ആരൊക്കെയാണ് ഈ കമ്പനിയുടെ പുറകിൽ, എന്താണ് കമ്പനിയുടെ വിഷൻ, ആ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ അനാലിസിസ് ഒക്കെ IPO പ്രോസ്പെക്ട്സിലുണ്ട്. കൂടാതെ ഫിനാൻഷ്യൽസിൻ്റെ ഭാഗം വേറെ ഉണ്ടെന്നുള്ള. അതേപോലെ SpaceXന്റെ IPO എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ SpaceX ഞാൻ പറഞ്ഞല്ലോ, പണ്ടും ഈ പറയുന്ന പോലെ എൻ്റെ ചെറുപ്പത്തിൽ, അതായത് 80കളുടെ തുടക്കത്തിലൊക്കെ ഞാൻ പണ്ട് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റാർ ട്രക്ക് എന്ന് പറയുന്ന സീരീസ് ഉണ്ടായിരുന്നു. ആ സ്റ്റാർ ട്രക്ക് സീരീസിൽ അന്ന് ഈ വാച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന, അതായത് സ്പേസിലേക്കുള്ള ഒരു സ്പേസ് മിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപ്റ്റനും ക്രൂവും സംസാരിക്കുന്നത്, പല പ്ലാനറ്റുകളിലും ചെന്നിറങ്ങിയിട്ട് ഇതിനകത്തുനിന്ന് പല ആൾക്കാരും പ്ലാനറ്റിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഷിപ്പിൽ നിന്നും അവരെ കോൺടാക്ട് ചെയ്യുന്നത് ഫോൺ വഴിയൊക്കെ കോൺടാക്ട് ചെയ്തു. അന്ന് നമ്മൾ ആലോചിച്ചു, ഇതൊക്കെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു. കാര്യം അന്ന് വാച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ വാച്ച് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ആപ്പിൾ വാച്ച്, സാംസങ് വാച്ച്, അല്ലെങ്കിൽ ഓണർ വാച്ചസ്, അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡുകൾ ഇറങ്ങി വന്നത് കാരണം ഇപ്പോൾ അത് പോസിബിളായിട്ട് വരുന്നു എന്നുള്ള. അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നൊസ്റ്റാൾജി ആയിട്ട് കിടക്കണം. അതായത് അന്ന് നമ്മൾ TV-യിൽ കണ്ട സാധനം ഇന്ന് വരുന്നു എന്നുള്ള. അതിനുശേഷം ഈ സ്റ്റാർ ട്രെക്കിന് ശേഷം ഞാൻ ഈ സ്കൂളിൽ ഗ്രോ അപ്പ് ചെയ്ത് കോളേജ് അങ്ങനെ ജോലി അങ്ങനത്തെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് സയൻസ് ഫിക്ഷൻ മൂവീസ് കണ്ടിരുന്നു. ഈ സയൻസ് ഫിക്ഷൻ മൂവീസിൽ പലതും സ്പേസ് മിഷൻസ് കൂടുതലായിട്ട് കണ്ടു. ഈവൻ പണ്ട് ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ അന്ന് എൻ്റെ നല്ല പ്രായത്തിൽ 2 ജെയിംസ് ബോണ്ട് ആയിരുന്നു എന്നുള്ള. ഒന്ന് റോജർ മൂർ കാസ്റ്റ് ചെയ്യണ ജെയിംസ് ബോണ്ട്, രണ്ടാമത് ഷോൺ കോണറി കാസ്റ്റ് ചെയ്യണം. അപ്പോൾ റോജർ മൂറിൻ്റെ പലതും സ്പേസ് ടെക്നോളജി ബേസ് ചെയ്തും ഷോൺ കോണറിയുടെ കൂടുതലും അണ്ടർ വാട്ടറും ഒക്കെയാണ് എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ കൂടുതലും പറയണം, എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയണമെന്നില്ല. അന്ന് സ്പേസിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോൾ അന്നത്തെ വേറെ പല സ്റ്റീവൻ സ്പീൽബർഗിൻ്റെയൊക്കെ സ്പേസ് മൂവീസൊക്കെ കാണുമ്പോൾ ഇനി ഇതൊക്കെ ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ഇതൊരു ഫിക്ഷൻ അല്ലേ, സയൻസ് ഫിക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നതെന്നില്ല. ബട്ട് ഈവൻ ദെൻ ഞാൻ ഇന്നലെ ഈ SpaceX IPOൻ്റെ പ്രോസ്പെക്ട്സ് വായിച്ചപ്പോഴാണ് ഞാൻ ഇനി ആലോചിക്കുന്നത്, ഇനി ഇതും നമുക്ക് കാണേണ്ടി വരുമോ, എൻ്റെ ജീവിതത്തിൽ കാണേണ്ടി വരുമോ, അതോ ഇനി എൻ്റെ അടുത്ത ജനറേഷൻ്റെ കാലത്തിൽ കാണേണ്ടി വരുമോ എന്നറിയില്ല. അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കെന്ന് ഞാൻ SpaceX IPOൻ്റെ ആർക്കെങ്കിലും നിങ്ങൾക്ക് എൻ്റെ പ്രോസ്പെക്ട്സ്
പ്രോസ്പെക്ട്സ് കിട്ടുകയാണെങ്കിൽ അത് വായിക്കേണ്ടത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം നിങ്ങളെ വേറൊരു ലോകത്ത്, നമ്മൾ ഈ അവതാർ മൂവിയൊക്കെ കാണുമ്പോൾ വേറെ ഏതൊരു ലോകമാണ് നമ്മൾ കണ്ടതെന്ന് പറയും പോലെയുള്ള രീതിയിലാണ് സ്പേസ് എക്സ് IPOൻ്റെ പറയുന്നത്. അതിനകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ഹ്യൂമാനിറ്റി മസ്റ്റ് ബിക്കം മൾട്ടി പ്ലാനറ്റ് സ്പീഷീസ്. ഹ്യൂമാനിറ്റി മസ്റ്റ് ബിക്കം മൾട്ടി പ്ലാനറ്റ് സ്പീഷീസ്. അതായത് നമ്മൾ ജീവിതത്തിലും ഇൻവെസ്റ്റിങ്ങിലും പറയാറില്ലേ, ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എല്ലാ മുട്ടയും ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇടരുത്. അതായത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ള, അതായത് റിസ്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം, ഹെഡ്ജ് ചെയ്യണം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇൻവെസ്റ്റിംഗ് ടേംസിൽ അല്ലെങ്കിൽ ജനറലി നമ്മൾ യൂസ് ചെയ്യണ വാക്ക്. സ്പേസ് എക്സ് പറയുന്ന തീം, സ്പേസ് എക്സിൽ കൂടെ ഇലോൺ മസ്ക് പറയാൻ ശ്രമിക്കുന്ന തീമും അത് തന്നെയാണ്. അതായത് സ്പേസ് എക്സിൻ്റെ പ്രോസ്പെക്ട്സ് പറയണമെന്നറിയോ, എർത്താണ് നമ്മുടെ ഓൺലി പ്ലാനറ്റ്, അവിടെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വലിയൊരു ഡിസാസ്റ്റർ എർത്തിന് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഒരു വലിയൊരു ഡെഡ്ലി പാൻഡമിക് വരണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ആസ്റ്ററോയിഡ് നമ്മുടെ എർത്തിനെ വന്ന് ഇടിച്ച് നാശനഷ്ടം ഉണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ വാറൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ, നമ്മൾ ഹ്യൂമാനിറ്റി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോവും, ഒരു ഡൈനോസറിനെ പോലെ. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് സ്പേസ് എക്സിൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ, നമുക്ക് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, അതായത് ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് ഡ്രൈവ് വേണം. ബാക്കപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത് മാർസിൽ ഒരു സിറ്റി ഉണ്ടാക്കും. അതായത് എർത്ത് മാത്രം നമ്മൾ ജീവിച്ചാൽ പോരാ, നമുക്കൊരു സെക്കൻഡ് ഹോം വേണം മാർസ് എന്നുള്ള രീതിയിലാണ് ഈ പ്രോസ്പെക്ട്സിനെ അവർ ഔട്ട്ലൈൻ ചെയ്തേക്കണേ എന്നുള്ളത്. അതിനകത്ത് പല കാര്യങ്ങളും രസകരമായിട്ടുണ്ടെന്നുണ്ടാണ്. അതായത് ഇവരുടെ ഉദ്ദേശം എന്ന് ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നത്, നമ്മളിപ്പോൾ സ്പേസ് മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് ആസ്ട്രോനോട്ട്സിനെ നമ്മൾ മൂണിലേക്ക് അയക്കുക എന്നുള്ള രീതിയിലാണല്ലോ. അങ്ങനത്തെ ഉദ്ദേശമേ അല്ല ഇവർ പറയണു. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം, ആസ്ട്രോനോട്ട്സ് അവിടെ പോയി പഠിക്കണം, അതൊക്കെ ആണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സ്പേസ് എക്സ് തുടങ്ങിയത്. ഞങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള പ്ലാനറ്റുകളിലും ഗാലക്സികളിലും ഫാക്ടറീസ് ബിൽഡ് ചെയ്യുക, ബിൽഡിങ്ങുകൾ കൊണ്ടുവരിക, സ്കൂളുകൾ കൊണ്ടുവരിക, ഹോസ്പിറ്റലുകൾ കൊണ്ടുവരിക, ഒരു ലിവിങ് കമ്മ്യൂണിറ്റിയും എന്താ പറയുക വീടും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് മില്യൺസ് ഓഫ് പീപ്പിളിന് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ പല പ്ലാനറ്റിലും അല്ലെങ്കിൽ ഗാലക്സിയുടെ പല ഭാഗത്തും എർത്ത് കൂടാതെ തന്നെ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അല്ലാണ്ട് വെറും ആസ്ട്രോനോട്ട്സിനെ അങ്ങോട്ടേക്ക് പഠിക്കാൻ അയക്കുകയല്ല എന്നുള്ള. അതുമാത്രമല്ല, റോക്കറ്റിൽ ആൾക്കാർക്ക് നമ്മൾ ഇന്ന് കാറും ബൈക്കും ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് പോയിന്റ് ടു പോയിന്റ് ട്രാവൽ ഇല്ലേ, അതേപോലെ സ്പേസ് ട്രാവൽ, അതായത് അവിടെ സ്കൂളും ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ട്രാവൽ അല്ലെങ്കിൽ റോക്കറ്റ് ട്രാവലിന് വളരെ രീതിയിലുള്ള അഫോർഡബിലിറ്റി ജനങ്ങൾക്ക് കൊണ്ടുവരിക, അതായത് ചീപ്പ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേക്കിൽ കൊണ്ടുവരിക. നമ്മളിപ്പോൾ വന്ദേ ഭാരതിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോക്കറ്റ് വഴി അവിടെ എത്തുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സ്പേസ് ടെക് കമ്പനി അല്ല എന്ന് സ്പേസ് എക്സ് പറയുന്നു. പകരം ഇതൊരു പ്രോജക്റ്റാണ്, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കമ്പനിയാണ്. അതായത് ജനങ്ങൾക്ക് എർത്ത് കൂടാതെ ജീവിക്കാൻ മറ്റൊരു പ്ലാനറ്റ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഇതെങ്ങനെയാണെന്നാണ്, അതായത് ഈ സൂര്യൻ്റെ എനർജി കംപ്ലീറ്റ് ഹാർനസ് ചെയ്തായിരിക്കും ഈ കമ്പനിയുടെ എല്ലാ പരിപാടിയും. അദ്ദേഹം പറയുന്നത് വെച്ചാൽ വലിയൊരു സോഴ്സ് ഓഫ് എനർജി അവിടെ ഉണ്ട്, സൺ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പോണേ എന്നുള്ളത്. അതായത് അദ്ദേഹം പറയാൻ പോണത് ഈ ബാറ്ററിയോ അല്ലെങ്കിൽ വേറെ റീചാർജോ എക്സ്റ്റേണൽ സാധനങ്ങളൊന്നും വേണ്ട, ഇത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അദ്ദേഹം പറയുന്നൊരു കാര്യം എന്നറിയോ, നമ്മൾ ഈ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യണത് ഇന്ത്യയിൽ നിന്നാണല്ലോ, ഐ എം എക്സ്ട്രീംലി സോറി, നമ്മുടെ പ്ലാനറ്റ് അല്ല എർത്തിൽ നിന്നാണ് ലോഞ്ച് ചെയ്യണത്. എന്തിനാണ് എർത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യണേ? നമുക്ക് ഈ മാർസിലേക്കൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂണിൽ നിന്ന് നമുക്ക് ലോഞ്ച് ചെയ്തുകൂടെ എന്നൊക്കെയാണ് ആ സ്പേസ് എക്സ് IPOൻ്റെ പ്രോസ്പെക്ട്സിൽ പറയണതെന്നുള്ള. അതുമാത്രമല്ല, ഡേറ്റാ സെൻറ്റർ സ്പേസ് ഓർബിറ്റ് ഡേറ്റാ സെൻറ്റർ സ്പേസിൽ നമുക്ക് ഉണ്ടാക്കണം, ഭൂമിയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ള. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവും എന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, മൂണിൽ നമ്മൾക്ക് മൈനിങ് തുടങ്ങണം. മൂണിൽ മൈനിങ് തുടങ്ങി അവിടുത്തെ റിസോഴ്സസ് നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഹ്യൂമാനിറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്ന്. ഈ മൂണിലൊക്കെ മൈനിങ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഇവിടുത്തെ വേവ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്, അതായത് ഓഷ്യൻസിലേക്ക്, സീയിലേക്ക് ടൈഡൽ വേവ് ഒക്കെ ഈ ലൂണാർ, അതായത് മൂണായിട്ടുള്ള ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ മൂണിലൊക്കെ ചെന്ന് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭൂമിയിൽ വരാൻ പോകുന്ന ചേഞ്ചസ് ഒക്കെ എന്താണ്, അതൊക്കെ വ്യത്യാസമായിട്ടുള്ള കാര്യം. ബട്ട് പ്രോസ്പെക്ട്സിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഡ്രീമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മാക്രോ ഹാർഡ് എന്ന് പറയുന്ന ഒരു AI ഉപയോഗിച്ചിട്ടായിരിക്കും ഈ കംപ്ലീറ്റ് കമ്പനി റൺ ചെയ്യുന്നതെന്നൊക്കെ രീതിയിലാണ് അവർ പറയുന്നതെന്ന് പറയും.
ഞാനിത് പ്രേക്ഷകരോട് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ 80കളിൽ കണ്ട കാര്യം ഞാൻ അന്ന് ഒട്ടും ജീവിതത്തിൽ നടക്കുന്ന പ്രതീക്ഷിച്ചില്ല. നമ്മൾ കളിയാക്കിയിരുന്നു, സർക്കാസ്റ്റിക് ആയിരുന്നു. മലയാളിക്ക് പൊതുവേ ഒരു പുച്ഛം കൂടുതലാണല്ലോ. അപ്പം നമ്മളും ആ കമ്മ്യൂണിറ്റി പെട്ടതായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. ഇവിടുന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ അതൊക്കെ റിയാലിറ്റി ആയി എന്നുള്ള. അപ്പോൾ അതിനുശേഷം ഈ നമ്മൾ ജീവിതത്തിൽ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ട ഈ പറയുന്ന പോലെയുള്ള സ്പേസ് സയൻസ് ഫിക്ഷൻ മൂവീസിലുള്ള പല കാര്യങ്ങളുമാണ് ഇതിൻ്റെ പ്രോസ്പെക്ട്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നടക്കോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. നടന്ന ചരിത്രങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രാങ്കി ഫെലോയുടെ ഇമാജിനറി തോട്ട്സ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്മിസ് ചെയ്യാം. ബട്ട് ഈവൻ ദെൻ അങ്ങനെ തിങ്ക് ചെയ്യുന്നവരാണ് കാര്യങ്ങൾ പോസിബിൾ ആക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ എയുടെ കാലഘട്ടത്തിലും റോബോട്ടിക്സിൻ്റെ കാലഘട്ടത്തിലും ഇതൊക്കെ ഇനി നടക്കുമെന്ന് വെച്ചാൽ ഐ ഡു നോട്ട് നോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പക്ഷേ പ്രേക്ഷകരോട് എന്ത് പറയുന്നു വെച്ചാൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ എന്ത് രീതിയിലാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു വരുന്നത്, അല്ലെങ്കിൽ ഭൂമി ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ള. ഓഫ് കോഴ്സ് ഞാൻ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കാൻ നേരത്തെ ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ട, അതായത് സ്പേസ് എക്സ് IPO ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും, വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും, കയറുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ബിക്കോസ് ഇപ്പോൾ പോസിറ്റീവ് ന്യൂസും കൂടി ഈ പറയുന്ന പോലെ വാറിൻ്റെ ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ട്. ബട്ട് ഈവൻ ദെൻ ഒരു കൊല്ലത്തെ ഈ വലിയ വലിയ പോപ്പുലർ ഹൈടെക് IPOൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ രീതിയിൽ അണ്ടർ പെർഫോമൻസ് ആണ് കാണിച്ചിട്ടുള്ളതെന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്ക് 1 ഇയർ കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ -54% ആണ്. സ്നാപ്പ് -56%, ഊബർ -68%, പിൻട്രസ്റ്റ് -70%, ലിഫ്റ്റ് -79%, റിവിയൻ -88%, റോബിൻഹുഡ് -90%. അതായത് ലോകത്ത് പലപ്പോഴും ഇതേപോലത്തെ ഭയങ്കര വലിയ, അതായത് ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്ന IPO, ലോകത്തിനെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന പല പോപ്പുലറായിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള IPOകളുടെ ഒരു കൊല്ലത്തെ ചരിത്രമാണ് ഞാനീ പറയുന്നത്. ഒരു ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കൊല്ലം കഴിഞ്ഞുള്ള ചരിത്രമാണ് പറയുന്നത്. അതും സ്പേസ് എക്സിന് അതേപോലെ വരണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഞാനൊരു ലെവൽ ഓഫ് കോഷൻ പറയുന്നത്, അതായത് ഡ്രീമിലും കൺസെപ്റ്റിലും ഉണ്ടാക്കുന്ന ഒരു IPO ആണ്. ക്യാഷ് ഫ്ലോയിലും ഏർണിങ്സിലും പ്രോഫിറ്റിലും അല്ല ആ കമ്പനിയുടെ പ്രോസ്പെക്ട്സ് പറയുന്നത്, ഡ്രീമിലാണ് എന്നുള്ള നല്ല കാര്യം. ആ ഡ്രീം റിയാലിറ്റി ആവട്ടെ, ആ ഡ്രീം റിയാലിറ്റിയുടെ കൂടെ കമ്പനിയുടെ ഏർണിങ്സും ത്രോ ചെയ്യട്ടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതായത് മാർക്കറ്റ് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഫേസ്ബുക്ക്, ലിഫ്റ്റ്, സ്നാപ്പ്, ഊബർ, റോബിൻഹുഡ് ഇതൊക്കെ IPO കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് തകരാൻ കാര്യം എന്താ? കൺസെപ്റ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റോക്ക് പ്രൈസ് റീറേറ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അൾട്ടിമേറ്റ്ലി ഏർണിങ്സും വേണം, ആ ഏർണിങ്സിനൊത്ത വാല്യുവേഷനും വേണം എന്നുള്ള. അപ്പോൾ അൾട്ടിമേറ്റ്ലി ക്യാഷ് ഫ്ലോ, പൈസ, ഏർണിങ്സ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള വാല്യുവേഷനുമാണ് ഒരു IPO ലോങ്ങർ ആക്കുന്നതും ആ സ്റ്റോക്ക് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. കഥയൊക്കെ കൊള്ളാം ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ, ബട്ട് അതെങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ, ആ കഥ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഏർണിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കഥയും പുകയുമായിട്ട് മാത്രം നിൽക്കും എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള. ഞാൻ ജസ്റ്റ് ഗ്ലോബൽ ക്യൂസിനെ കാണിച്ചു. ഇങ്ങനെ ഒരു ന്യൂസ് ട്രംപിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് $89 പെർ ബാരൽ, കുറേ നാൾക്ക് ശേഷം $90 പെർ ബാരലിന് താഴെ ബ്രന്റ് പോയിരിക്കുന്നു. WTI US ക്രൂഡ് ആണെങ്കിലോ $86-87 പെർ ബാരൽ ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് ആണെങ്കിൽ $4,200 പെർ ട്രോയ് ഔൺസ്, സിൽവർ ഏതാണ്ട് $67 പെർ ട്രോയ് ഔൺസ്. അതായത് എല്ലാ ഗ്ലോബൽ ക്യൂസും വാർ തീർന്നു എന്നുള്ളൊരു പെരുമാറ്റം തന്നെയാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇപ്പം ഞാൻ US മാർക്കറ്റ്, വാൾ സ്ട്രീറ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് ബെസ്റ്റ് ഡേ ഇൻ 2 months എന്ന് വേണമെങ്കിൽ പറയാം. അതായത് S&P 500 ഏതാണ്ട് 1.75% അപ്പ്, നാസ്ഡാക്ക് 2.5% അപ്പ്, ഡൗ ജോൺസ് പ്ലസ് 3.29% അപ്പോൾ അതായത് വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് US മാർക്കറ്റ് കാണിച്ചത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ബോണ്ട് ഈൽഡ് നല്ല രീതിയിൽ കൂൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് ബോണ്ട് മാർക്കറ്റ് റീഡ് ചെയ്യണം എന്താണെന്നറിയോ? വാർ തീരുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഓയിലിൻ്റെ പ്രൈസ് താഴെ വരും. ഓയിലിൻ്റെ പ്രൈസ് താഴെ വരികയാണെങ്കിൽ US-ലുള്ള റീറ്റെയിൽ ഗ്യാസലിൻ പ്രൈസസ് വീണ്ടും ഗാലൻസിൽ താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇൻഫ്ലേറ്ററി ഇമ്പാക്റ്റ് US എക്കണോമിയിൽ കുറയും. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ ഉയർന്നാണ് നിൽക്കണമെങ്കിൽ പോലും ഇനി വരാൻ പോണ ഫെഡ് മീറ്റിംഗ്, അതായത് ടെമ്പററി ആണ് ഈ ഇൻഫ്ലേഷൻ. ഓയിൽ പ്രൈസ് താഴെ വരുമ്പോൾ ഇൻഫ്ലേഷൻ താഴെ വന്നേക്കാം. അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ട കാര്യമില്ല എന്നുള്ള ലെവലിലേക്ക് US ഫെഡ് ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ മാർക്കറ്റ് ചിന്തിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നുള്ള. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കയറി
ബോണ്ട് ഒന്ന് കൂൾ ഓഫ് ചെയ്തു എന്ന് പറയുന്ന ജനറൽ ട്രേഡ് അവിടെ നടന്നു എന്നുള്ള. ഒന്ന് ആലോചിച്ച് നോക്കൂ, സോഷ്യൽ മീഡിയ പോസ്റ്റായ ട്രൂത്ത് സോഷ്യലിലെ 2 പോസ്റ്റുകൾ 2 സമയങ്ങളിൽ വന്ന, അതായത് ഏർലിയറായിട്ട് വന്ന കാര്യം എന്താ, അതായത് ഡീല് സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറാനെ നശിപ്പിച്ച് കളയും, കാർഗ് ഐലൻഡ് വരെ ഞങ്ങൾ കൈക്കലാക്കും, അതുമാത്രമല്ല ഇറാനിൻ്റെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ വെനിസ്വേലയുടെ എങ്ങനെയാണോ എടുത്തത് അതേപോലെ ഞങ്ങൾ എടുക്കും ആദ്യത്തെ പോസ്റ്റ് പറഞ്ഞപ്പോൾ എല്ലാ ലോകവും പേടിച്ചു പോയി എന്നുള്ള. ബട്ട് ഈവൻ ദെൻ മണിക്കൂറുകൾക്ക് ശേഷം അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, ഐ ഹാവ് ആസ്ക്ഡ് മൈ മിലിറ്ററി ടു കോൾ ഓഫ് ദ ഓപ്പറേഷൻസ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇറാൻ സമ്മതിച്ചു, നമ്മൾ പറയുന്ന പ്രൊപ്പോസൽസ് ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്, ഒരു പീസ് ഡീല് ഉടനെ തന്നെ സൈൻ ചെയ്യും. ആ പറയുന്ന പീസ് ഡീല് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്, അപ്രൂവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് US, ഇറാൻ, ഇസ്രായേൽ, സൗദി, UAE, ഖത്തർ, ടർക്കി, പാകിസ്ഥാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർഡൻ, ഈജിപ്റ്റ്, അതായത് ഈ വാറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും എല്ലാവർക്കും സമ്മതമായ രീതിയിൽ തന്നെയാണ് ഇത് അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് രാവിലെ കിട്ടുന്ന ഒരു ഗ്ലോബൽ ക്യൂസ്. സോ ഫാർ സോ ഗുഡ്, ഹാപ്പി ഫീലിംഗ് അറൗണ്ട്, മാർക്കറ്റ് ഇസ് മൂവിങ് അപ്പ്. ബട്ട് ഈവൻ ദെൻ നമ്മളെ സംബന്ധിച്ച് ഇനി ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് പോകണമെന്നുള്ളത്, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ കാർഡിനൽ ആയിട്ടുള്ള പ്രോബ്ലം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ഇതൊക്കെയാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കാരണം FIS സെല്ല് ചെയ്ത് പോകുന്നു, FIS ട്രേഡ് ഇല്ലാത്തതുകൊണ്ട് സെല്ല് ചെയ്ത് പോകുന്നു, എങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയണമെങ്കിലും നമ്മുടെ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ അടുത്ത് ഒരു തോക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇന്ത്യൻ മാർക്കറ്റിലെ പ്രോബ്ലം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മുൻനിര കമ്പനികളുടെ ഏർണിങ്സ് വലിയ രീതിയിൽ ഇല്ല എന്ന് തന്നെയാണ്. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, അതായത് ടാക്സ്, FII സെല്ലിങ് അല്ലെങ്കിൽ ട്രേഡ് ഇല്ലായ്മയൊക്കെ സെക്കൻഡറി റീസൺസ് ആണ്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് തന്നെയാണ്. ഇവിടെയുള്ള കമ്പനികൾ 35%, 25% ഏർണിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ FII എന്നല്ല എല്ലാവരും ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസും പ്രോബ്ലം ഉണ്ടാവില്ല, യാതൊരു രീതിയിലുള്ള ട്രേഡും പ്രോബ്ലം ഉണ്ടാവില്ല. കാര്യം അവരെ സംബന്ധിച്ച് ട്രേഡിൽ മാത്രമല്ല കാശ് ഉണ്ടാക്കണം എന്നുള്ളത്, ഏതൊക്കെ ബിസിനസ്സുകൾ കയറാൻ ഏർണിങ്സ് ഗ്രോ ചെയ്യോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ സിമെൻറ്റ് കമ്പനീസാണ് 35% ഗ്രോ ചെയ്യണമെങ്കിലും AIക്ക് എന്ത് റേറ്റിംഗ് ആണോ US മാർക്കറ്റിലും തായ്വാൻ മാർക്കറ്റിലും സൗത്ത് കൊറിയൻ മാർക്കറ്റിലും കിട്ടും, അതേപോലെ ഇന്ത്യൻ സിമെൻറ്റ് കമ്പനീസിനും കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അടിസ്ഥാനമായിട്ടുള്ള പ്രോബ്ലം നമ്മുടെ ഇവിടെ ഏർണിങ്സ് ഇല്ലായ്മ തന്നെയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു എന്നുള്ള. ബട്ട് ഈവൻ ദെൻ ഇൻഡെക്സിൽ ലാർജ് ക്യാപ് സ്റ്റോക്സിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ, ഇൻഡെക്സിലെ കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് കുറവായിട്ടുള്ളത്. ബട്ട് ഈവൻ തന്നെ അത്രയ്ക്ക് മാത്രം ഇൻഡെക്സിലെ സ്റ്റോക്സ് താഴേക്ക് വന്നിട്ടില്ല. അതായത് ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസമോ ഒരു കറക്ഷനോ ഇൻഡെക്സ് ലെവലിൽ വന്നിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ ഇൻഡെക്സിൽ കറക്ഷൻ വന്നിട്ടുണ്ട്, സ്റ്റോക്കുകൾ താന്നിട്ടുണ്ട്. പക്ഷേ ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കറക്റ്റ് ചെയ്താൽ പോരാ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. നമുക്കെല്ലാവർക്കും പല അഭിപ്രായം ഉണ്ട് എന്നുള്ള. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഈ സ്റ്റോക്കുകൾക്ക് ഏർണിങ്സ് ഇല്ല? അത് കാരണം സെല്ലിംഗ് ഉണ്ടായി. അത് FII ആയിക്കോട്ടെ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, സെല്ലേഴ്സ് സെല്ല് ചെയ്തു എന്ന് മാത്രം വിചാരിക്കുക. ഈ സെല്ല് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് താഴേക്ക് പോകണം. അപ്പോൾ ഏർണിങ്സിനനുസരിച്ച് സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ സ്റ്റോക്ക് അട്രാക്റ്റീവ് വാല്യുവേഷനിലേക്ക് വരും. ബട്ട് ആ ഒരു അട്രാക്റ്റീവ് വാല്യുവേഷനിലേക്കുള്ള ആ യാത്ര അല്ലെങ്കിൽ പ്രക്രിയ നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം നടന്നിട്ടില്ല. കാര്യം നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ പൈസ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടുകളും മ്യൂച്വൽ ഫണ്ട് സിപ്പുകളും ഈ സെല്ലിങ്ങിനെ വളരെ ഹയർ രീതിയിൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏർണിങ്സ് ഇല്ലെങ്കിൽ പോലും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വീഴ്ച ഇൻഡെക്സ് സ്റ്റോക്സിൽ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ FIIസിൻ്റെ എക്സിറ്റ് ക്യാപിറ്റൽ കൊടുത്തത് കാരണവും ഈ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് സിപ്പുകൾ ഇത് ബൈ ചെയ്തത് കാരണവും ഏർണിങ്സ് ഇല്ലെങ്കിൽ പോലും അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫോള് ഇൻഡെക്സിൽ വീണിട്ടില്ല. ഇൻഡെക്സ് വീണിട്ടുണ്ട്, കറക്ഷനാണ്, ആൾക്കാർക്ക് സങ്കടമാണ്, ഒക്കെ ആണെങ്കിലും ഇത് വീണാ പോരാ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ കൂടുതൽ വീണമായിരുന്നു, എന്തുകൊണ്ടോ വീണില്ല എന്നുള്ള. വീണാൽ മാത്രമേ അട്രാക്റ്റീവ് ആവുള്ളൂ എന്നുള്ളതാണ്. അതായത് വീഴുക എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പം കോവിഡിൻ്റെ സമയത്ത് മാർക്കറ്റ് ഭേദപ്പെട്ട് വീണു അല്ലേ എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെ അവസാനമല്ല. ബട്ട് നല്ല രീതിയിലേക്ക് വീണ് ഒരു വാല്യൂ ഇമർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബൈയിങ് തുടങ്ങും. അത് നടക്കാത്ത എന്തുകൊണ്ടാണ്? തള്ളി പോവുക. കാര്യം വാല്യൂ ഇമർജ് ചെയ്യുന്നില്ല. ആ വാല്യൂ ഇമർജ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ 8, 10, 12, 15% കറക്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ റിക്കവറി. അതും നടക്കണില്ല, ഇതും നടക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇൻഡെക്സ് സ്റ്റോക്ക് പെരുമാറണമെന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകളുടെയോ സിപ്പിൻ്റെയോ സപ്പോർട്ട്
ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ മാത്രം ഒതുങ്ങുകയും വലിയ രീതിയിൽ സ്മോളർ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ് സ്റ്റോക്കിലും മൈക്രോ ക്യാപ് സ്റ്റോക്കിലും ഇല്ലാത്തതുകൊണ്ട് ആ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ വീണിരുന്നു. ലാസ്റ്റ് 2 കൊല്ലം കൊണ്ട് നല്ല രീതിയിൽ വീണിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ബട്ട് ഈവൻ ദെൻ ലാസ്റ്റ് 2 മാസമായിട്ട് ചില മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഇൻഡെക്സിൽ വലിയ റിക്കവറി വന്നിട്ടില്ല, ഏർണിങ്സ് വലിയ രീതിയിൽ വന്നിട്ടില്ല. ബട്ട് ഈവൻ ദെൻ ഏർണിങ്സ് വരാത്തതിനേക്കാളും ഇൻഡെക്സിൽ വലിയ രീതിയിൽ വാല്യുവേഷൻ അട്രാക്റ്റീവ് ആയിട്ടില്ല. എന്നാൽ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ഹാസ് ഫോളൻ സോ മച്ച് ദാറ്റ് വാല്യുവേഷൻ ഹാസ് ബിക്കം അട്രാക്റ്റീവ് എന്നുള്ള രീതിയിൽ ഒരു പുൾ ബാക്ക് റാലിയിൽ സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും നല്ല രീതിയിൽ ഉയർന്നു. പലതും 2 times, 200 times, 100%, 50%, 30%, 40%, 10%, 25%, 75%, 80% വരെ കയറിയ സ്റ്റോക്കുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നിൽക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ സ്ഥിതി. ഇനി ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകേണ്ടത്, അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഒന്നിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പം മാർക്കറ്റിലുള്ള എല്ലാ റിസ്കുകളും പ്രൈസിലുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രമേ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാത്തുള്ളൂ. എന്താണ് കാരണം? മൺസൂൺ എത്രത്തോളം പ്രൊലിഫിക് ആണ്, എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ഒരു വേരിയബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ എത്രത്തോളം മൺസൂൺ മഴ പെയ്യുന്നു എന്നുള്ളത് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചും ഇന്ത്യൻ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചും ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനീസിനെ അനുസരിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കണോമിക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മൺസൂൺ ആണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ ഉയർന്നതായിട്ട് കാണപ്പെടുന്നു. അത് കൂടുതലും നമ്മൾ പറയുന്നത് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷനാണ്. കാര്യം ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലെ ഇഷ്യൂ കാരണം ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൈസസ് കയറിയത് കാരണമുള്ള ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷനാണ്. അത് ട്രാൻഷിയൻ്റ് ആണ്. അതായത് ആ യുദ്ധം തീർന്ന് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്ത് ഓയിൽ പ്രൈസ് താഴുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ താഴും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഡേറ്റ പോയിന്റ് കിടക്കുന്നതെന്നല്ല. കാര്യം ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ട ആവശ്യം വരില്ല. കാര്യം എന്താ? വാർ തീരുകയാണെങ്കിൽ ഈ ഇൻഫ്ലേഷൻ റിസ്ക് കുറയും, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇതും കുറയും എന്നുള്ളത് ഒരു പോയിന്റ്. പക്ഷേ ഇനിയും ഒരു അഡീഷണൽ പ്ലസ് പോയിന്റും കൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടൂല എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഗവൺമെൻറ്റും RBI ചേർന്ന് അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞല്ലോ പല രീതിയിലുള്ള മെഷേഴ്സ് കൊണ്ടുവന്നു. എന്തിനാ? ഡോളർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് റുപ്പിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഒരുപാട് FCNR അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. വിത്ത് ഹോൾഡിംഗ് ടാക്സ് എടുത്ത് കളഞ്ഞു, ബോണ്ടിനുള്ളത്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ FCNR അക്കൗണ്ടുകളിലേക്ക് പൈസ ഒഴുകുകയാണെങ്കിൽ, NRIസിൻ്റെ ഡെപ്പോസിറ്റ്സ് ഒഴുകുകയാണെങ്കിൽ ബാങ്കുകളിൽ ലെൻഡ് ചെയ്യാനായിട്ടുള്ള പൈസ കൂടും. കാര്യം ആ FCNRൽ വരുന്ന ഡെപ്പോസിറ്റുകൾ ഈ RBIയുടെ നിയമപ്രകാരം CRR, ക്യാഷ് റിസർവ് റേഷ്യോ, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ, SLR, ഇതിനൊന്നും വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ പൈസയും കൂടെ എടുത്തിട്ട് നമുക്ക് എക്കണോമിയിലേക്ക് പുഷ് ചെയ്ത് ലെൻഡിങ് നടത്താം. അപ്പോൾ മോർ ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് വരും. ദാറ്റ് വിൽ എന്താ പറയുക, റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നാമത് ഓയിലിൻ്റെ വില കുറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള ചാൻസ് ഇല്ല. കാര്യം ഇൻഫ്ലേഷൻ പെട്ടെന്നങ്ങ് തന്നെ കുറയും. രണ്ടാമത് ഈ FCNR ഡെപ്പോസിറ്റുകൾ കാരണം ഇൻട്രസ്റ്റ് റേറ്റിൽ പ്രഷർ ഇല്ലാത്തതുകൊണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ന്നു തന്നെ നിൽക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഡേറ്റ പോയിന്റും നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷേ മൺസൂൺ ആദ്യത്തെ പോയിന്റ് നമുക്കറിയില്ല എന്നുള്ള. മൂന്നാമത്തെ കാര്യം, ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, അതായത് 26-27, അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് സംഭവിക്കാൻ പോണത്. ഒന്നെന്ന് പറയുന്നത് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തതിൻ്റെ, ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തതിൻ്റെയും, ഓയിലിൻ്റെ പ്രൈസസ് അപ്രീഷിയേറ്റ് ചെയ്തതിൻ്റെയും, റോ മെറ്റീരിയൽ പ്രൈസസ് അപ്രീഷിയേറ്റ് ചെയ്തതിൻ്റെയും ഇമ്പാക്റ്റ് ഈ ക്വാർട്ടറിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം. ഇതിനെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ള. പിന്നെ USD താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ USDയും റുപ്പി അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ചാൻസസ് ഉണ്ട്. RBIയുടെയും ഗവൺമെൻറ്റിൻ്റെയും മെഷേഴ്സ് അതാണ് കാണിക്കുന്നതെന്നില്ല. പിന്നെ ക്രൂഡിൻ്റെ പ്രൈസ് യുദ്ധം തീരുകയാണെങ്കിൽ ക്രൂഡ് കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫേവറബിൾ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു വേരിയബിൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൺസൂൺ എങ്ങനെ സ്പാൻ ഔട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ബാക്കി എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു റിസ്ക്കും കൂടെയുണ്ട്, ശ്രദ്ധിക്കണം. ഇനിയും കുറേ നാൾക്ക് ശേഷം ഡ്രൈ ആയിട്ട് കിടക്കുന്ന IPO വിൻഡോ ഓപ്പൺ ചെയ്യാൻ പോണ്. വലിയ IPOs വരുന്നുണ്ട്. നമ്മൾ സെപ്റ്റോൻ്റെ കാര്യം പറഞ്ഞു, റിലയൻസ് ജിയോൻ്റെ കാര്യം പറഞ്ഞു, NSEയുടെ കാര്യം പറഞ്ഞു. ഇതും മാർക്കറ്റിൽ നിന്നും പൈസ സക്ക് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ള. അപ്പോൾ ചിലപ്പോൾ ഇൻഡെക്സ് വീണ്ടും റേഞ്ച് ബൗണ്ട് ആയിട്ട് മാറാം ഒന്ന്. ബട്ട് ഈവൻ ദെൻ സ്മോൾ ക്യാപ്പുകളിലുള്ള റിസ്ക് എന്ന് വെച്ചാൽ ഈ ക്വാർട്ടറിൽ വരാൻ പോകുന്ന ഒരു റിസ്ക് ഇപ്പോൾ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അതായത് ഹയർ ഓയിൽ പ്രൈസസ്, ഹയർ USD ആൻഡ് ലോവർ റുപ്പി, ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ
ബ്ലൂ ചിപ്പിനെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത് സ്മോൾ ക്യാപ്പിനായിരിക്കും. കാര്യം ബ്ലൂ ചിപ്പ് പിന്നെയും അത് ടൈഡ് ഓവർ ചെയ്ത് പോകും, എന്നാൽ സ്മോൾ ക്യാപ്പ് നല്ല രീതിയിൽ വരില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. ഇത് അതേപോലെ പാലിക്കണം എന്നല്ല, ഐ ക്യാൻ ബി റോങ്, ടേക്ക് മൈ പ്രൊപ്പോസൽ വിത്ത് സജഷൻസ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ നോക്കുന്ന കാര്യം എന്നാൽ ഇപ്പോഴും ഇന്ത്യയിൽ തിരിച്ചൊരു ബൈയിങ് നടന്ന് നല്ല രീതിയിൽ പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലൂ ചിപ്പ് ലാർജർ ബ്ലൂ ചിപ്പ് സ്റ്റോക്സും ലാർജർ മിഡ് ക്യാപ് സ്റ്റോക്കും തന്നെ ആയിരിക്കും. അവർക്കായിരിക്കും ഇനിയുള്ള ചാലഞ്ചസ് ടൈഡ് ഓവർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചാൻസ്. ബട്ട് ഈവൻ ദെൻ അത് താഴോട്ട് വന്നിട്ട് വാല്യുവേഷൻ അട്രാക്റ്റീവ് ആവാനുള്ള കാര്യം സെല്ലിങ്ങിനെ അബ്സോർബ് ചെയ്യുന്നത് കംപ്ലീറ്റ് FIS. സോ ഇനി വരെ ദിവസങ്ങളിൽ ഇഫ് ദർ ഈസ് എനി മീനിങ് ഫുൾ കറക്ഷൻ, ഇനി എനി ഓഫ് ദ ലാർജ് ക്യാപ് ഓർ ഹയർ മിഡ് ക്യാപ് സ്റ്റോക്സ് നല്ല രീതിയിൽ കറക്ഷൻ സംഭവിക്കുകയാണ്, ബട്ട് അതിൻ്റെ ഭാവിയിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നല്ലതാണെങ്കിൽ ദാറ്റ് ഫോൾ വുഡ് ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ മാർക്കറ്റിൽ ടോട്ടലായിട്ട് നമ്മൾ ഇൻഡെക്സോ സെൻസെക്സോ ഒന്നും നോക്കാതെ, പുട്ടും കോളും ഒന്നും നോക്കാതെ, മാർക്കറ്റിൽ ഇൻഡെക്സ് ലെവലൊക്കെ മാറ്റിവെച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്മാർട്ട് കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിലേതെങ്കിലും കറക്ഷൻ വരികയാണെങ്കിൽ അതിന് ഫ്യൂച്ചറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് താഴെ മേടിക്കുന്നതിലായിരിക്കണം ഇനി നെക്സ്റ്റ് 3-4 മാസം. അല്ലാണ്ട് എല്ലാ ദിവസവും ഇതിനകത്ത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. വിത്ത് യുവർ മണി വെയിറ്റ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഇഫ് ദാറ്റ് കംസ് ദർ വിൽ ബി ഹ്യൂമംഗസ് എമൗണ്ട് ഓഫ് മണി ടു ബി മെയ്ഡ്. 2 ചെറിയ കാര്യങ്ങളും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പ്രേക്ഷകർ ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈസ് ഇറ്റ് ബെറ്റർ, അതായത് നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു, ആ സ്റ്റോക്ക് താഴേക്ക് വന്നു, ആ താഴേക്ക് വന്നപ്പോൾ ആ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് വേറെ മേടിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് തന്നെ കൂടുതൽ ആവറേജ് ചെയ്യുന്നതാണോ നല്ലതെന്നാണ് നമ്മുടെ അടുത്ത് ചോദ്യം കിട്ടിയത്. ഈ ചോദ്യം സിമ്പിളായിട്ട് ചോദ്യം നമുക്ക് തോന്നുമെങ്കിലും ഈ ചോദിച്ച ആൾക്കാർ തന്നെ ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിന് ഉത്തരം പറയാമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. കാര്യം എന്ന് വെച്ചാൽ വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ആൻഡ് റെസ്പെക്റ്റ്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഏത് സ്റ്റോക്കാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അവർ, ആ സ്റ്റോക്ക് താഴെ വന്നു എന്നുള്ളത് ഏത് സ്റ്റോക്കാണ് എന്നുള്ളത് എനിക്കറിയില്ല. രണ്ടാമത് ഇനി അവരെന്താ മേടിക്കാൻ പോകണമെന്നും അറിയില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ല സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ താഴെ വരുമ്പോൾ നിങ്ങൾ സെല്ല് ചെയ്തിട്ട് മോശം സ്റ്റോക്കാണ് മേടിക്കണതെങ്കിലോ ആ ട്രേഡ് നിങ്ങൾക്ക് നന്നാവണമെന്നില്ല. എന്നാൽ നല്ല സ്റ്റോക്കാണ് കയ്യിലിരിക്കുന്നത്, താഴെ വരുമ്പോൾ കൂടുതലാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ചിലപ്പോൾ നന്നാവും. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മോശം സ്റ്റോക്കാണ്, അത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ അതാണ് കൂടുതൽ മേടിക്കണമെങ്കിൽ ആ ട്രേഡ് മോശം. അപ്പോൾ ഇങ്ങനത്തെ പല വേരിയബിൾസും അതിനകത്ത് ആക്ട് ചെയ്യും. അപ്പോൾ ഏത് സ്റ്റോക്കാണ് കയ്യിലിരിക്കുന്നത്, ഏത് സ്റ്റോക്കാണ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കിട്ടിയാൽ മാത്രമേ ആ ഒരു ട്രേഡ് നല്ലതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, അത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നറിയോ, ഇപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക്, കാര്യം ഇത് കൂടുതലും സംഭവിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ, ഈ പ്രേക്ഷകന് ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ കാര്യം ഞാൻ വേറെ ഒരു രീതിയിലും വിചാരിക്കേണ്ട. എല്ലാ റെസ്പെക്ട് ഹ്യൂമിലിറ്റി, നമ്മളൊരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ബന്ധം പോലെ വിചാരിച്ചാൽ മതി. അതിനകത്ത് നമ്മൾ പറയുന്നൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷൻ വരാൻ കാര്യം വെച്ചാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന് നമുക്കൊരു കൺവിക്ഷനോ കോൺഫിഡൻസോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മനസ്സിങ്ങനെ പതറിപ്പോണത്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് നല്ല സ്റ്റോക്സ് ആണെന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ലോങ് ടേമിലേക്കാണ് എന്നുണ്ടെങ്കിലും അതിനൊരു ടെമ്പററി കറക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ടെമ്പററി കറക്ഷൻ വന്നത്, ഇതൊരു വൺ ടൈം എഫക്റ്റ് ആണോ, ഇവിടുന്ന് മാറി കമ്പനി അടുത്ത ക്വാർട്ടറുകളിലും അതിൻ്റെ അടുത്ത ക്വാർട്ടറുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് നിങ്ങളുടെ റിസർച്ചും നിങ്ങളുടെ തോട്ടും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി അഥവാ നമ്മൾ ഈ മേടിച്ചിരിക്കുന്ന സ്റ്റോക്ക് താഴെ വന്നു എന്ന് വിചാരിക്കുക, നമ്മൾ ആദ്യം നോക്കേണ്ടത് വീണ്ടും എന്താണ്, എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് വീണത്. ഒരു വൺ ഓഫ് ഇൻസിഡൻ്റ് അല്ല, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാരണമാണ് അതിനകത്ത് താഴേക്ക് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് പരിപാടി അത് സെല്ല് ചെയ്ത് വേറെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് എന്താണെന്നും അത് എന്താണ് ഇനി മേടിക്കാൻ പോകുന്ന സ്റ്റോക്ക് ആയിട്ട് ഒരു കമ്പാരിറ്റീവ് വാല്യുവേഷനും എഫിഷ്യൻസിയും എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ ആ ഒരു വെർബൽ ചോദ്യത്തിന് നമുക്ക് കിട്ടില്ല. ഇനി അഥവാ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം. അതായത് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന കാര്യമാണല്ലോ, സെല്ല് ചെയ്ത് വേറൊരെണ്ണം മേടിക്കുന്നതിലാണല്ലോ. ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ട് 3 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, എനിക്കിപ്പോൾ കുറേ സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യണു, അതിനകത്ത് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു ജീവിതത്തിൽ, അതിലേക്ക് എനിക്ക് കുറച്ച് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്, ഒരു റിയൽ എസ്റ്റേറ്റോ റിയൽ എസ്റ്റേറ്റ് ഒന്നും എനിക്ക് പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല, ഗോൾഡ് പറ്റും, ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ. സ്റ്റോക്സ് ആണ് നല്ല രീതിയിൽ ഞാൻ വിൽക്കുന്നത്, അത് വിറ്റിട്ട് ഞാൻ പൈസ എടുക്കുക എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ ഒരു സ്റ്റോക്ക് വിൽക്കാൻ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോക്ക് വിൽക്കുക, ഒരു ജീവിതത്തിൽ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോക്ക് വിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് വാല്യൂഷൻ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ഇന്ന് വെള്ളം കിട്ടിയാൽ ജീവിക്കും എന്നിരിക്കെ നാളെ പായസം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ലാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ വിറ്റ് ആ കാശെടുത്ത് എനിക്ക് എന്താണോ പ്രശ്നം അതിനെ ഞാൻ മീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തിന് ഞാൻ ഒരു സ്റ്റോക്ക് വിൽക്കണം, ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക്
അത് പല റീസൺ കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തീസീസിനനുസരിച്ചല്ല അത് പെർഫോം ചെയ്യണം. മാനേജ്മെൻറ്റ് പല കള്ളത്തരം കാണിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ വിചാരിച്ച പോലെ കമ്പനി ആ ടാർഗറ്റിലേക്ക് എത്താൻ ചാൻസ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് സെല് ചെയ്യാം. മൂന്നാമത്തെ റീസൺ എന്തിനാണ് സെല് ചെയ്യണത്, എനിക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യണതിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ 20% എൻ്റെ പൈസ ഗ്രോ ചെയ്യുള്ളൂ, ഇവിടെ 35-40% എൻ്റെ പൈസ ഗ്രോ ചെയ്യുമെന്നുണ്ടെങ്കിൽ ദർ ഈസ് സെൻസ് ടു ഷിഫ്റ്റ് ഫ്രം ദിസ് സ്റ്റോക്ക് ടു ദ അതർ സ്റ്റോക്ക്. അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിലാണ് നിൽക്കുന്നത് നോക്കുക. 3 റീസൺസാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് സെല് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ ട്രേഡിനെയോ ഇൻവെസ്റ്റ്മെൻറ്റോ പ്ലാൻ ചെയ്ത് പോകാൻ എന്നുള്ള. പൈസയ്ക്കാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സെല് ചെയ്ത് പൈസ എടുക്കുക. അല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് വേണ്ട രീതിയിലല്ല പോകുന്നത്, അല്ലെങ്കിൽ കമ്പനി വേണ്ട രീതിയിലല്ല പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെല് ചെയ്ത് മാറുക. മൂന്നാമത്തത് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ ഇത് സെല് ചെയ്ത് പോകണമെങ്കിൽ അർത്ഥമുണ്ട്. അതായത് നിങ്ങൾ കമ്പനികളല്ല നോക്കേണ്ടത്, നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. ആ പൈസയ്ക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും, ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് തരാൻ പറ്റുന്നത്, അതിനാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൊടുക്കേണ്ടത്. അതിൽ നിന്നുകൊണ്ട് വേണം സ്റ്റോക്സിനെ നോക്കാൻ. അല്ലാണ്ട് സ്റ്റോക്സിൽ നിന്നുകൊണ്ട് പൈസയെ നോക്കരുത്, പൈസയിൽ നിന്നുകൊണ്ട് സ്റ്റോക്കിലേക്ക് നോക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, വേറെ കാര്യം കൂടെ പലരും ചോദിക്കാറുണ്ട്. അതായത് നമ്മളോടൊന്നല്ല, പല എക്സ്പേർട്ടുകളോടും, ഞാനൊരു എക്സ്പേർട്ട് അല്ലല്ലോ, എക്സ്പേർട്ടിനോട് പലരും ചോദിക്കുന്നുണ്ട് 2 സ്റ്റോക്സ് പറഞ്ഞു തരുമോ, മൾട്ടി ബാഗർ ഏത് സ്റ്റോക്ക് ആവും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പാലിക്കുന്ന വലിയൊരു തെറ്റുണ്ട്. എന്താണെന്നറിയോ, ഒന്ന്, നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഇപ്പം ഞാനാണ് ഈ ചോദ്യം ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കണമെന്ന് വിചാരിക്കുക. ഞാനിത് ചോദിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന എക്സ്പേർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ആ എക്സ്പേർട്ടിന്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാൻ എന്താണോ എൻ്റെ ലൈഫിലെ ഉദ്ദേശം അതായിരിക്കണം ആ എക്സ്പേർട്ടിനെന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പൈസ 30%-40% ഗ്രോ ചെയ്യണമെന്നാണ്. എന്നാൽ ആ എക്സ്പേർട്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവശ്യത്തിന് കാശുണ്ടായി, അദ്ദേഹത്തിന് ഒരു 15%-12% റിട്ടേൺ കിട്ടിയാൽ മതി. അപ്പോൾ അയാൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റോക്കിലായിരിക്കും കംഫർട്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 12% റിട്ടേൺ തരാൻ പോകുന്ന സ്റ്റോക്കാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്തത് 40% മൾട്ടി ബാഗറുമാണ്. അപ്പോൾ ഇതൊരു കണക്റ്റ് ഇല്ലാതെ വരും. അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെയോ യോജിക്കാൻ പറ്റാതെ വരും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, ലോകത്ത് ഒരിക്കലും വേറെ ഒരാളുടെ ബോറോഡ് ആയിട്ടുള്ള കൺവിക്ഷൻ, അതായത് ഈ എക്സ്പേർട്ടിൻ്റെ വിശ്വാസ്യതയിൽ സ്റ്റോക്ക് മേടിച്ചിട്ട് എനിക്ക് നിൽക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ഞാൻ ഒരു സ്റ്റോക്ക് മേടിച്ച് അതിൽ തന്നെ തൂങ്ങിക്കിടന്ന് കൊല്ലങ്ങളോടൊന്നും വലിയ റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ എൻ്റേതായ ഒറിജിനൽ ഐഡിയാസിൽ അക്സെപ്റ്റ് ചെയ്താലേ പറ്റും. കാര്യം അദ്ദേഹം എന്താണ് കണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഈ എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ, ഈ എക്സ്പേർട്ട് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത് ഒരു സ്റ്റോക്ക് പറഞ്ഞു എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് അത് കൂടാതെ വേറെ 9 സ്റ്റോക്ക് ഉണ്ടാവും. ആ 9 സ്റ്റോക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി സ്റ്റോക്ക് ആയിരിക്കും. അത് അദ്ദേഹത്തിന് വളരെ വലിയ കംഫർട്ട് കൊടുത്തിട്ട് അതിൽ ഏറ്റവും റിസ്കിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണോ എൻ്റെ അടുത്ത് പറയണമെന്ന് എനിക്കറിയില്ലല്ലോ. ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ പൈസ ഉപയോഗിച്ച് ആ സ്റ്റോക്കിൽ കയറി മേടിക്കും. അതാണ് അതിനകത്തുള്ള പ്രശ്നം. ഞാൻ പഴയൊരു കഥ പറയാം. പണ്ട് ഈ രാകേഷ് ജുൻജുൻവാലയൊക്കെ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ലെജൻഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് അദ്ദേഹം എന്തൊക്കെ മേടിക്കുമോ അതിൻ്റെ പുറകെ പോയി മേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണമെന്ന്. അതായത് രാകേഷ് ജുൻജുൻവാല ഈ പുതിയ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് വെറും തുച്ഛമായ പൈസ ആയിരിക്കും. നമ്മൾ പക്ഷേ ആ മേടിച്ചു എന്നുള്ള പേര് കേട്ട് മാത്രം ഈ സ്റ്റോക്കിൽ പോയി മേടിക്കും. രാകേഷ് ജുൻജുൻവാലയ്ക്ക് 10,000, 10,000, 15,000 കോടി വേറെ 3-4 സ്റ്റോക്കുകളിലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ലാർജസ്റ്റ് ഹോൾഡിംഗ്. ഇപ്പം മേടിച്ചിരിക്കുന്ന സ്റ്റോക്കിൽ തുച്ഛമായി അദ്ദേഹം ടെസ്റ്റ് ചെയ്യാനും AGM-ൽ പോയി പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടി മാത്രം എടുത്ത ഒരു സ്റ്റോക്കാണെങ്കിൽ നമ്മൾ ഈ ന്യൂസ് കണ്ടിട്ട് നമ്മുടെ ഹാർഡ് ഏൺ മണി കംപ്ലീറ്റ് പൈസയും ഇതിനകത്ത് കൊണ്ടിടും. ഈ സ്റ്റോക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ രാകേഷ് ജുൻജുൻവാലയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്തിൻ്റെ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ എല്ലാ പൈസ അതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇതിനെയൊക്കെ കോപ്പി അടിക്കുമ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, ആ എക്സ്പേർട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അതില്ലാതെ നമ്മൾ ഈ പുറകെ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ എക്സ്പേർട്ട് ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഐഡിയ പറഞ്ഞിട്ട് ഒരു ലോങ് ടേം സ്ട്രാറ്റജി ആയിട്ട് ഇരിക്കുന്നത് 10 കൊല്ലം 15 കൊല്ലം കൊണ്ടൊക്കെ മതി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ നമ്മളാണെങ്കിൽ അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം കൊണ്ട് എന്ത് റിട്ടേൺ കിട്ടണം എന്നുള്ള സ്റ്റോക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2 ഐഡിയാസും തമ്മിൽ മിസ് മാച്ച് ആണെന്ന്. ഒരാൾ ടെസ്റ്റ് മാച്ച് കളിക്കാൻ പോകുമ്പോൾ ആ ഐഡിയ എടുത്ത് വെച്ചിട്ട് നമ്മൾ 2020 കളിച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഓർത്ത് പറയുന്നത്, കഴിവതും നിങ്ങൾ ആരോടും സ്റ്റോക്ക് ചോദിക്കരുത്. ഇനി അഥവാ ആരെങ്കിലും സ്റ്റോക്ക് പറഞ്ഞാൽ അത് എടുക്കുകയും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തുക. നിങ്ങളുടേതായ റിസർച്ച് നടത്തി നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു വിഷനും മിഷനും അതിൽ ഉണ്ടാക്കിയാൽ മാത്രം നിങ്ങൾ ആ സ്റ്റോക്ക് ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകുക. കഴിയുന്നതും എക്സ്പേർട്ടിനോട് ചോദിക്കുകയും ചെയ്യരുത്. ചോദിച്ചു കഴിഞ്ഞ് അവർ പറഞ്ഞാൽ അത് എടുക്കുകയും ചെയ്യരുതാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഒരിക്കലും അത് സക്സസ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാര്യം അൾട്ടിമേറ്റ്ലി നമ്മൾ ചോദിക്കുന്ന കാര്യം, ഞാനൊരു ചോദ്യം ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കുമ്പോൾ അയാൾ എന്തിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ടത്, ഞാനും അയാൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ്,
അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സാധാരണ നമ്മൾ പറയില്ലേ, ഇഫ് യുവർ ഫ്രണ്ട് ഇസ് ഹംഗ്രി ആൻഡ് ഹി വാണ്ട്സ് ടു ഈറ്റ് ഫിഷ്, ഡോണ്ട് ഗിവ് ഹിം ഫിഷ്, ടീച്ച് ഹിം ഫിഷിംഗ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ അറിവ് പകർന്നു കൊടുക്കുക. ഒരു സാധാരണ ഇൻവെസ്റ്റർ ആ അറിവ് ഉപയോഗിച്ച് സ്വന്തമായി മൈൻ ചെയ്ത് ഒരു സ്റ്റോക്ക് കണ്ടുപിടിച്ച് ഒരു കൂടപ്പറപ്പിനെ പോലെ കൂടെ നിർത്തി അതിൽ കൂടെ നിന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണത്. വൺ വിൽ നോട്ട് മേക്ക് മണി വിത്ത് എ ബോറോഡ് കൺവിക്ഷൻ. ഉണ്ടാക്കില്ലെന്നല്ല, ബട്ട് വളരെ ചുരുക്കം പേരെ അത് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ പേർക്കും അതിൽ പൈസയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് നെവർ ഡിപ്പെൻഡ് ഓൺ എ തേർഡ് പാർട്ടി ഫോർ എ സ്റ്റോക്ക് ഐഡിയ. ചോദിക്കുകയും ചെയ്യരുത്, പറഞ്ഞാൽ തൊട്ട് അത് അങ്ങനെ തന്നെ വിഴുങ്ങുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായ പൈസ, നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങളുടെ ക്യാരക്ടറും വേണം വരാൻ. കാര്യം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വേറെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ആ സ്റ്റോക്ക് ഐഡിയ സൂട്ട് ചെയ്യും, നിങ്ങളുടെ ക്യാരക്ടറിന് ആ സ്റ്റോക്ക് ഐഡിയോ ഒബ്ജക്റ്റീവിലോ അത് സൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടും ഒരു മിസ്മാച്ച് വരും. കഴിവതും അങ്ങനെ എടുക്കാതിരിക്കുന്നത് നല്ലത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, ലാസ്റ്റ് വേർഡ്സ്. ഈസ് നോ ഷോർട്ട് കട്ട് ടുവേർഡ്സ് വെൽത്ത്. നമ്മൾ ഈ പറയുന്ന പോലെ, നമ്മൾ ഈ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയില്ലേ, ഈ പറഞ്ഞ പോലെ കർത്താവിനോട് എന്തും ചോദിക്കാം എന്ന് പറയുന്ന പോലെ, അതുകൊണ്ട് എന്താ യേശു ഏട്ടാന്ന് പോലും വിളിച്ച് അങ്ങനെയൊന്നും ഇതിനകത്തില്ല. നമുക്ക് ഈസ് നോ ഫ്രീ ലഞ്ച്. നമ്മൾ ഇതിനകത്തൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ പൈസ വരുള്ളൂ. ആരും നമ്മളോട് വന്ന് അവർക്ക് ഗുണമില്ലാത്ത ഒരു കാര്യവും നമ്മളോട് പറയില്ല. നമുക്ക് ബെനിഫിറ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ആഗ്രഹമൊന്നും അല്ല എന്നുള്ളത്. അതുകൊണ്ട് അതിലൊന്നും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടേതായ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ലാസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഗോൾഡ് നല്ല രീതിയിൽ ഇടിഞ്ഞില്ലേ, 7000 വരെ 6000 വരെ പോകുമെന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇപ്പം ഭയങ്കര രീതിയിൽ ഇടിഞ്ഞ് നിൽക്കുകയല്ലേ. ആർക്കും കംപ്ലൈൻ്റ് ഇല്ലല്ലോ. ആർക്കെങ്കിലും കംപ്ലയിൻ്റ് പറഞ്ഞു? അവിടെ ഗവൺമെൻറ്റിനെയും കംപ്ലയിൻ്റ് ചെയ്തില്ല, ട്രംപിനെയും കംപ്ലയിൻ്റ് ചെയ്തില്ല, ഇറാനെയും കംപ്ലയിൻ്റ് ചെയ്തില്ല, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെയും കംപ്ലയിൻ്റ് ചെയ്തിട്ടില്ല, AIAയും കംപ്ലയിൻ്റ് ചെയ്തില്ല. നമ്മളത് തൊഴുതു വാങ്ങിച്ചു എന്നുള്ള. ബട്ട് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കംപ്ലയിൻറ്റുകൾ ഉണ്ട് എന്നുള്ള. അസറ്റ് ക്ലാസ് ആണോ, ഇങ്ങനത്തെ ഒരു വേരിയേഷൻസ് അതിലുണ്ടാവും. അത് ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞുകൊണ്ടേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാവുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. വോട്ട് യൂണിക്കിൽ സാർ, ഒരു പോസിറ്റീവ് ഒരു വാർത്തയുടെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുന്നുണ്ട്. പല ഓഹരികളും നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു മുന്നേറ്റവും രേഖപ്പെടുന്നു. അങ്ങനെ യുദ്ധം അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനി വരികയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട സെക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും ഇനി? ഫസ്റ്റ് രീതിയിലുള്ള ഒരു ഇനിഷ്യൽ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ യുദ്ധം കാരണം കൊണ്ട് അഫക്റ്റ് ചെയ്ത സെക്ടർ. യുദ്ധം കാരണം കൊണ്ട് അഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാ? പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ട്, ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇത് ഇൻപുട്ടായിട്ട് വരുന്ന ഏതൊക്കെ ഇൻഡസ്ട്രിയാണ് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്താ, ഈ പറയുന്ന പോലെ പെയിൻറ്റ്, ടയർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ആ രീതിയിൽ വരും. എയർലൈൻ കമ്പനികൾ, ഇൻഡിഗോ പോലെയുള്ള കമ്പനികളൊക്കെ അതിനകത്ത് ബെനിഫിറ്റ് ചെയ്ത് വരും. അതായത് ആർക്കൊക്കെ ക്രൂഡ് ബേസ്ഡ് ഡെറിവേറ്റീവ്സ് ഇൻപുട്ടായിട്ട് വരുന്നോ, അത് അഫക്റ്റ് ചെയ്യുന്നു, അതെല്ലാം ബെനിഫിറ്റായിട്ട് വരും. പിന്നെ ഓട്ടോമൊബൈൽ കമ്പനികൾ, കാര്യം ഈ ക്രൂഡ് ഉപയോഗിച്ചാണല്ലോ ആ വണ്ടി പോകുന്നത്. അപ്പോൾ പെട്രോളിന് വില കൂടിയെന്ന ആൾക്കാർ വണ്ടി മേടിക്കുന്നത് കുറയും എന്നുള്ളൊരു കൺസിഡറേഷനൊക്കെ അവിടെ വരുന്നുണ്ട് അവിടെ. പിന്നെ പവർ കമ്പനീസ്, അങ്ങനെ ഒരുമാതിരി ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് 85-80% നമ്മുടെ റിക്വയർമെൻറ്റ് പുറത്തുനിന്ന് കൊണ്ടുവരികയും നമ്മുടെ എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയലായിട്ട് ക്രൂഡ് നിൽക്കുമ്പോൾ ഇൻസുലേറ്റഡ് ആയി നിൽക്കുന്ന വലിയ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. കാര്യം എല്ലാത്തിനും അഫക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. ഇതിന് കൗണ്ടറായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട്, ക്രൂഡ് കുറയുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യങ്ങൾക്കായിരിക്കാം ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവുകയെന്നാണ്. ഇപ്പം ഈ പറയുന്ന പോലെ IT-യുടെ കാര്യത്തിൽ, കാര്യം ക്രൂഡ് കുറയുകയാണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഇവിടെ RBIയുടെ മെഷറും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മെഷേഴ്സും ഒക്കെ കൂടെ കൊണ്ടും ക്രൂഡ് ഇടിഞ്ഞത് കാരണം, വാർ കറഞ്ഞത് കാരണം എന്ത് പറ്റും, US ഡോളേഴ്സ് ഒന്ന് റിസീഡ് ചെയ്യും, റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, പുറത്തുനിന്ന് ഇമ്പോർട്ട് വഴി, അതായത് ഇമ്പോർട്ടല്ല എക്സ്പോർട്ട് വഴി പൈസ നേടുന്ന കമ്പനികൾക്ക് നെഗറ്റീവായിട്ട് വരാം. അതാണ് IT-കൾക്കും അല്ലെങ്കിൽ അതേപോലെയുള്ള എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനിക്കും നെഗറ്റീവായിട്ട് വരുന്നത് എന്നുള്ളത്. കമ്പനികൾക്കൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ONGC നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം 1.5% മുകളിലുള്ള ഒരു ഫോളിലേക്ക് പോയിട്ടുണ്ട്. ONGC രസകരമായിട്ടുള്ള കാര്യം, അതായത് ഫെബ്രുവരി 27-28 ഈ വാർ തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് ഒരു പ്രൈസിൽ നിന്നും ഈ വാർ തുടങ്ങിയപ്പോൾ ഈ അപ്സ്ട്രീം കമ്പനിയായ ഏതാണ്ട് ONGC പൊങ്ങി 290 വരെയൊക്കെ പോയതാണ്. ഇപ്പോൾ അവിടെ നിന്ന് റിസീഡ് ചെയ്ത് എവിടെ നിന്നാണ് തുടങ്ങിയത്, അങ്ങോട്ടേക്ക് പോയി. കാര്യം വാറിൻ്റെ റിസ്ക് റിസീഡ് ചെയ്തതും അത് താഴേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ സൈക്ലിക്കലായിട്ട് തന്നെ അത് അവിടെ പെരുമാറി എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് കയറുന്നതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. ഇത് കഴിഞ്ഞ് മേഘമൊക്കെ മാറിക്കഴിയുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് പോകേണ്ടത്, അവിടത്തേക്ക് പൊസിഷൻ ചെയ്യണമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. അടുത്തയാഴ്ച ഓപ്പണിംഗ് ഹൗസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.
Opening hours with my whip.